ഹലോ, ഇപ്പോൾ നമ്മളുള്ളത് കാശ്മീരിലെ സോനാമാർഗിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് പോകുന്ന റൂട്ടാണ്. ലേ ലഡാക്കിലേക്ക് പോകുന്ന റൂട്ടിലെ ഒരു ഇടത്താവളത്തിലാണ്. ഇവിടെ ഏകദേശം ഈ ഒരു മാസത്തിൽ, ഇത് സെപ്റ്റംബർ മാസം, ഇവിടെ വല്ലാത്ത മഞ്ഞ് വീഴ്ചകളൊന്നുമില്ല. ഇതിന് ചുറ്റും ഇങ്ങനെ നന്നായിട്ട് മഞ്ഞ് വീണ് ഇവിടെ ഏകദേശം ചെറിയ കുറച്ച് മഞ്ഞ് അവിടെ നമുക്ക് സ്നോസ് കാണാൻ പറ്റും. പിന്നെ ബാക്കി ഇവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇത് ഇത്രയും ഭാഗം ഇത് മൊത്തം ചുറ്റപ്പെട്ട് കിടക്കുകയാണ്, മലകളാൽ തന്നെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇത് നമുക്ക് സോനാമാർഗിൽ വന്ന്, ശ്രീനഗറിൽ നിന്ന് സോനാമാർഗ് വന്ന് അവിടെ നിന്ന് ഇവിടുത്തെ ലോക്കൽ വില്ലേജസ് അവരുടെ ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ യാത്ര തുടരാൻ. ഇത് നേരെ പോകുന്നത് കാർഗിലിലേക്കാണ്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടെ സോനാമാർഗിൽ നിന്ന് കാർഗിൽ അവിടെ യുദ്ധ മെമ്മോറിയൽ അതുവരെ ഞങ്ങൾ അവിടെയുള്ള സന്ദർശനങ്ങളൊക്കെ നടത്തി തിരിച്ചു വരുന്ന വഴിയാണ്. തിരിച്ചു വരുന്ന വഴി ഈ ഒരു പ്രദേശത്ത് ചെറിയൊരു റെസ്റ്റിങ്ങിന് വേണ്ടി നിർത്തിയതാണ്. ഇത് എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പ്രകൃതി ഇതിനെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടാൽ ഇതിൻ്റെ ഒരു ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ അന്തരീക്ഷവും ഇവിടുത്തെ ഈ തണുപ്പും ഇത് ഇപ്പോൾ തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ള ഒരു 6 മാസത്തേക്ക് ഇങ്ങോട്ട് വിസിറ്റേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. കാരണം ഇത് ഇത്രയും ഭാഗം ഇതെല്ലാം മഞ്ഞ് വീണ് മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഏറ്റവും നല്ലത് കാശ്മീർ മൊത്തമായിട്ട് കാണാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൻ്റെ ഭൂപ്രകൃതിയും മറ്റു പ്രദേശങ്ങളും എല്ലാം കാണുന്നത് അതിനേറ്റവും നല്ല സമയം ഈ ഒരു സമയമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇതിവിടെ ബങ്കറുകളൊക്കെ, ഇപ്പോൾ സോൾജിയേഴ്സ് ഇവിടെ ബങ്കറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ മലയുടെ മുകളിൽ നിന്ന് ഒരു ചെറിയ നീർച്ചാലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ല കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പട്ടാളത്തിൻ്റെ വണ്ടിയൊക്കെ അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ ഈ വെള്ളം ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ ഇത് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ താഴെ അത് സോൾജിയേഴ്സിൻ്റെ അവിടേക്ക് അവരുടെ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഈ വരുന്ന വെള്ളം, ഈ പോകുന്ന വെള്ളമാണ് ഇവരവിടെ കൊണ്ടുപോയിട്ട് ശേഖരിക്കുന്നത് അവരുടെ ക്യാമ്പുകളിലേക്കൊക്കെ ഈ കൊണ്ടുപോകും. ഇതുപോലെ ബങ്കറുകളൊക്കെ, ഇപ്പോൾ സോൾജേഴ്സ് ബങ്കറുകളെല്ലാം പണിതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സീസണിൽ നമ്മൾ വന്നു കഴിഞ്ഞാലാണ്. ഇവിടുത്തെ ലാൻഡ്സ്ലൈഡിങ് ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ പറയുന്നതൊക്കെ ഇതതുപോലെ ആ ടോപ്പിൽ കാണുന്ന ആ മഞ്ഞ് അത് മൊത്തം ഇവിടെ മൂടിക്കെട്ടും. ഈ റോഡെല്ലാം മൂടി കിടക്കുന്ന ഒരവസ്ഥ ഈ ഒരു ഭൂപ്രദേശത്തിനുണ്ട്. ഏതായിരുന്നാലും ഈ കാശ്മീർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കുറച്ചുകൂടി നമ്മൾ ഈ കാർഗിൽ അതുപോലെ ലേ ലഡാക്ക് റൂട്ടിൽ കുറച്ച് കൂടുതൽ ഓഫ് റോഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഓക്കെ.